ഈ കരയിലെ അനാഥരായ വയസ്സന്മാർക്കൊരു താവളം. അതിനാ അച്ഛൻ ഈ വൃദ്ധസദനം നടത്തുന്നത്. ജോയിച്ചന് കഴിയുന്ന രീതിയിലൊന്ന് സഹായിക്കേ. ആ ശരി, ഓക്കെ. അച്ഛൻ്റെ വയസ്സൻ പിള്ളേർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ജോയിച്ചാൻ വൃദ്ധസദനത്തിന് പുതിയ മേൽക്കൂര പണിയും. സ്വർണം വിറ്റ് കിട്ടുന്ന പൂത്ത കാശാനെ കയ്യില്. എവിടുന്ന്? ഞാൻ കുറെ ശ്രമിച്ചതില്ലയോ. ആ പാവങ്ങള് ഭാഗ്യമില്ലാത്തവരാ. പിന്നെ ഇസഹാക്കിന്റെ സന്മനസ്സുകൊണ്ട് അന്നം മുട്ടാതെ കഴിയുന്നു, അത്ര തന്നെ. ഇസഹാക്കോ? അതേന്ന് അവന്റെ അപ്പം വേളാങ്കണ്ണി സദനത്തില. കടാലിൽ പോയി കിട്ടുന്ന 500 ആയാലും 5000 ആയാലും അവൻ അവർക്ക് വേണ്ടിട്ടാ ചെലവാക്കുന്നത്. കള്ളെ കടലെടുത്തെങ്കിലും പെറ്റവേറിന്റെ പുണ്യം എന്നൊക്കെ പറയുന്നത് ഇസഹാക്കിനെ പോലുള്ളവരെയാ. ഇവിടെ എനിക്കും ഉണ്ടൊരു സന്തതി. അറിയാലോ അവന്റെ സ്വഭാവം. ഇസഹാക്കിനെ കാക്കുന്നത് മാലാഖയാണെങ്കിൽ അവന് കാവൽ നിൽക്കുന്നത് ചെകുത്താനാ. അതാ അവൻ ജനിച്ചപ്പോ തന്നെ തന്തയുടെ തലയെടുത്തത്. ഞാൻ ഇനി ഇവിടുത്തെ പെണ്ണുങ്ങളെ നശിപ്പിക്കും. വിളിക്കാൻ തന്റെ പോലീസിനെ വിളിക്കാൻ. ജസ്റ്റിൻ, എന്താടാ ഇത്? എന്ത് കുരുത്തക്കേടാ മോനെ നീ കാണിക്കുന്നത്? സ്വന്തം അമ്മാവനെ തല്ലുക. തല്ലല്ല, കൊല്ലു ഞാൻ. കൊന്ന് കടലറിയും. ഇയാൾ ആ തള്ളക്ക് ദൈവമായിരിക്കും, പക്ഷെ എനിക്ക് പുല്ല. പുല്ല് മാറോട്.